ജനങ്ങളുടെ നടുവിൽ ജീവിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു നേതാവ്. ആൾക്കൂട്ടമില്ലെങ്കിൽ അദ്ദേഹമില്ല. MLA ആയും മന്ത്രിയായും മുഖ്യമന്ത്രിയുമായും എല്ലാം സജീവമായി നിൽക്കുമ്പോഴും ചില്ലുമേടയിലായിരുന്നില്ല ആ നേതാവിൻ്റെ ജീവിതം. ജനഹൃദയങ്ങളിലുമായിരുന്നില്ല, മറിച്ച് ജനങ്ങൾക്ക് നടുവിലായിരുന്നു. അതെ, കേരള രാഷ്ട്രീയത്തെ അത്രമേൽ ഇഷ്ടപ്പെട്ട, കേരള ജനതയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ, ജീവിച്ചിരുന്ന ഓരോ നിമിഷവും സഹജീവികൾക്ക് വേണ്ടി സജീവമാക്കിയ കുഞ്ഞുഞ്ഞ് എന്ന ത്രയാക്ഷരി. ഉമ്മൻചാണ്ടി ഇല്ലാത്ത കേരള രാഷ്ട്രീയത്തിന് ജൂലൈ 18-നാണ് 1 വയസ്സ് പൂർത്തിയായത്. കേരള രാഷ്ട്രീയത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നേതാവ് എന്ന് ഉറപ്പായും പറയാൻ കഴിയുന്ന ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഏകാന്തതയാണ്. ഞാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്കൊരു മുറിയിലായി കഴിഞ്ഞാൽ ഞാൻ അസ്വസ്ഥരാകും. അതേസമയം ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും അത് സന്തോഷമുള്ളൂ. കാരണം എൻ്റെ ശക്തിയും എൻ്റെ ബലഹീനതയും അതുതന്നെയാണ്. എനിക്ക് എന്നെ ആർക്കും കാണാം, എനിക്ക് എല്ലാവരുമായി ബന്ധപ്പെടാം. അത് ഗുണവും ദോഷവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ജനങ്ങളോടൊപ്പം എപ്പോഴും നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നും നമ്മൾ രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതം പറയുന്നത് ജനനം മുതലാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറഞ്ഞു തുടങ്ങേണ്ടത് ഈ കല്ലറയിൽ നിന്നാണ്. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പള്ളിയങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കല്ലറയ്ക്കുള്ളിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് തുടിക്കാൻ ആഗ്രഹിക്കുന്നൊരു ഹൃദയം ഇപ്പോഴുമുണ്ട്. ജനിച്ചുപോയി എന്നതുകൊണ്ട് മാത്രം മരിക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കണ്ണേ കേരളയെ കുഞ്ഞൂഞ്ഞെ, ആര് പറഞ്ഞു മരിച്ചെന്ന്, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഈ അന്തരീക്ഷത്തിൽ ഇപ്പോഴും ആ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. 50 ആണ്ടിന് മേലെയുള്ള അതിദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിന് രാഷ്ട്രീയ കേരളം വിട ചൊല്ലിയത് കേരളം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത യാത്രാമൊഴി നൽകിയാണ്. തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി പള്ളി വരെ മനുഷ്യർ മണിക്കൂറുകളോളം കാത്തുനിന്നാണ് തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യയാത്ര നേർന്നത്. അവർക്കൊന്നും അപ്പോൾ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രത്യേകം പറയേണ്ട സംഗതി. പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ KO ചാണ്ടി, ബേബി ചാണ്ടി ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനായി 1943 ഒക്ടോബർ 31-നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജനനം. പുതുപ്പള്ളി സെൻറ് ജോർജ് ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം കോട്ടയം CMS കോളേജിലും ചങ്ങനാശ്ശേരി സെൻറ് ബെർമൻസ് കോളേജിലും പഠിച്ചിട്ടുണ്ട്. കൂടാതെ എറണാകുളം ലോ കോളേജിൽ നിന്നും നിയമബിരുദവും നേടിയിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയായി ഉയരുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് കേരള സ്റ്റുഡൻസ് യൂണിയനിലൂടെയാണ്. AICC ജനറൽ സെക്രട്ടറി ആയിരുന്നെങ്കിലും അദ്ദേഹം K കരുണാകരനെയോ AK ആൻ്റണിയെയോ പോലെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒരു കാലവും കടന്നിട്ടില്ല. 1970-ൽ MLA ആയതു മുതൽ നിയമസഭ മാത്രമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ തട്ടകം. 27-ാം വയസ്സിലാണ് ഉമ്മൻചാണ്ടി നിയമസഭയിലെത്തുന്നത്. തുടർന്ന് 2 തവണ മുഖ്യമന്ത്രിയും 3 തവണ മന്ത്രിയും 1 തവണ പ്രതിപക്ഷ നേതാവുമായി. 1958-ൽ KSUവിൻ്റെ ഒരണ സമരത്തിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം 1965-ൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും 1969-ൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായി. 2 വട്ടം UDF കൺവീനർ സ്ഥാനം വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരിക്കെയാണ് MLA ആയി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 1977-ൽ 34-ാം വയസ്സിലാണ് ആദ്യമായി മന്ത്രിയായത്. തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്ത അദ്ദേഹം 1982-ൽ ആഭ്യന്തര മന്ത്രി പദവും 1991-ൽ ധനമന്ത്രി പദവും അലങ്കരിച്ചു. AK ആൻ്റണി രാജിവെച്ചതിനെ തുടർന്ന് 2004 മുതൽ 2006 വരെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി 2011-ലാണ് ആ പദവിയിൽ വീണ്ടും എത്തുന്നത്. 1970 മുതൽ 2023 വരെ പുതുപ്പള്ളിയിൽ നിന്ന് തുടർച്ചയായി 12 തവണയായി 53 വർഷം കേരള നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1992 മുതൽ 2003 വരെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും 2018 മുതൽ 2023 വരെ ആന്ധ്രാപ്രദേശിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുമായിരുന്നു. ഏറ്റവും കൂടുതൽ ദിവസം നിയമസഭ സാമാജികനായിരുന്ന കോൺഗ്രസ് നേതാവ് എന്ന റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. 19,078 ദിവസമാണ് ഉമ്മൻചാണ്ടി നിയമസഭാ അംഗമായി ഇരുന്നത്. ഉമ്മൻചാണ്ടിയായിരുന്നു പുതുപ്പള്ളിക്കാരുടെ മേൽവിലാസം. ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയും. സംസ്ഥാനത്തിൻ്റെ ഏത് ഭാഗത്തായാലും മിക്കവാറും ദിവസം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെത്തും. നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴാണെങ്കിൽ ആഴ്ചയിൽ അവസാനം പുതുപ്പള്ളിയിലെത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നിർബന്ധമായിരുന്നു. അദ്ദേഹം വീട്ടിലുള്ള ഞായറാഴ്ചകളിൽ ആ മുറ്റം നിറയെ പുലർച്ചെ മുതൽ ആളുകളുണ്ടാവും. തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ പേരെടുത്ത് വിളിക്കാവുന്ന ആത്മബന്ധമാണ് ഓരോരുത്തരുമായും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറാത്ത നേതാവായാണ് ഉമ്മൻചാണ്ടിയെ എന്നും കേരളം കണ്ടത്. അത് കാർ യാത്രയായാൽ പോലും. അനുയായികളെ കൊണ്ട് നിറയുന്ന കാറിൽ ഉമ്മൻചാണ്ടിക്ക് ഇരിപ്പിടം കിട്ടിയാൽ ഭാഗ്യമെന്നാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ പറയുന്നത്. 1977-ൽ 2ാമത്തെ തവണ ജയിച്ചപ്പോഴാണ് ഉമ്മൻചാണ്ടി ആദ്യമായി മന്ത്രിയായത്. കിട്ടിയത് തൊഴിൽ വകുപ്പ്. ലീഡർ K കരുണാകരനായിരുന്നു അന്ന് മുഖ്യമന്ത്രി. 34 വയസ്സുള്ള ചെറുപ്പക്കാരനിൽ ലീഡർക്കുള്ള വിശ്വാസമായിരുന്നു അത്. 78-ൽ കരുണാകരൻ രാജിവെച്ച് AK ആൻ്റണി മുഖ്യമന്ത്രിയായപ്പോഴും ഉമ്മൻചാണ്ടി അതേ വകുപ്പ് തുടർന്നു. തൊഴിലില്ലായ്മ വേതനം ഏർപ്പെടുത്തിയതും തിരുവനന്തപുരത്തെ ചെങ്കൽച്ചൂളയിൽ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചതും അക്കാലത്താണ്.
1978 ഒക്ടോബർ 27 മന്ത്രിസ്ഥാനം രാജിവെച്ചു. 1981 കരുണാകരൻ മന്ത്രിസഭയിലാണ് പിന്നീട് മന്ത്രിയായത്. പോലീസ് യൂണിഫോം പരിഷ്കരിച്ചത്, നിക്കർ മാറ്റി പാൻസാക്കി മാറ്റിയതും കൂർത്ത തൊപ്പി ഇല്ലാതാക്കിയതും അക്കാലത്താണ്. 80 ദിവസം മാത്രമാണ് ആ മന്ത്രിസഭയ്ക്ക് ആയുസ്സുണ്ടായിരുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലും ഉമ്മൻചാണ്ടി സജീവമായിരുന്നു. 1969 കോൺഗ്രസ് ദേശീയ തലത്തിൽ പിളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്കൊപ്പമായിരുന്നു അദ്ദേഹം. AK ആന്റണിയും വയലാർ രവിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വഴികാട്ടികൾ. 1978 ജനുവരി 1 കോൺഗ്രസ് വീണ്ടും പിളർന്നു. അന്ന് ദേവരാജ് അരശിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് യുവിനൊപ്പം നിന്നു ഉമ്മൻചാണ്ടിയും ആന്റണിയും അടക്കമുള്ളവർ. BM സുധീരനും MM ഹസനുമൊക്കെ ഇന്ദിരയുടെ പക്ഷത്തായിരുന്നു. ആ പിളർപ്പിൽ ഇന്ദിരയ്ക്കൊപ്പം നിൽക്കാതിരുന്നത് തെറ്റിപ്പോയി എന്ന് പിന്നീട് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് പിന്നീട് കോൺഗ്രസിൽ തിരിച്ചെത്തിയതും. ആന്റണിയുടെ നേതൃത്വത്തിൽ പാർട്ടിക്കകത്ത് നടക്കുന്ന നീക്കങ്ങൾക്കെല്ലാം ഉമ്മൻചാണ്ടി പിന്തുണ നൽകി. 1992 നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പോടെ കരുണാകരനുമായി അദ്ദേഹം അകന്നു. സംഘടനാ തെരഞ്ഞെടുപ്പിൽ ആന്റണിക്കെതിരെ കരുണാകരൻ വയലാർ രവിയെ ഇറക്കിയത് വലിയ വാർത്തയായി. രവി 18 വോട്ടിന് ആന്റണിയെ തോൽപ്പിച്ചു. സംഘടന ഔദ്യോഗിക ഗ്രൂപ്പ് പിടിച്ചെടുത്തു. അതോടൊപ്പം ആന്റണിയുടെ നേതൃത്വത്തിലുള്ള A ഗ്രൂപ്പ് പാർട്ടിയിൽ ഉറയ്ക്കുകയും ചെയ്തു. 2 വർഷത്തിന് ശേഷം കേരളത്തിൽ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് ലഭിക്കുമെന്ന് A ഗ്രൂപ്പ് കരുതി. എന്നാൽ ബാബറി മസ്ജിദ് തകർച്ചയിൽ ലീഗിന്റെ അസംതൃപ്തി പരിഹരിക്കാനെന്ന് പറഞ്ഞ് ഔദ്യോഗിക പക്ഷം രാജ്യസഭാ സീറ്റ് സഖ്യകക്ഷിക്ക് കൈമാറി. A ഗ്രൂപ്പ് നിർദ്ദേശിച്ച ഡോക്ടർ MA കുട്ടപ്പൻ പിന്മാറി. അതേ ദിവസം ഉമ്മൻചാണ്ടി ധനമന്ത്രി സ്ഥാനം രാജിവെച്ചു. നേതൃമാറ്റം വേണമെന്ന് അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ISRO ചാരക്കേസ്. K കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പകരമെത്തിയത് AK ആന്റണി. അതിനു പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ കുശാഗ്രബുദ്ധിയാണ് എന്ന ആക്ഷേപവും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമെല്ലാം ഉപേക്ഷിച്ച് ആന്റണി ഡൽഹിയിലേക്ക് വണ്ടി കയറിയപ്പോഴും A ഗ്രൂപ്പിന്റെ മേൽവിലാസമായി ഉമ്മൻചാണ്ടി കേരളത്തിൽ തുടർന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിലെ വികസന മുദ്രകളായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും അടക്കം നിരവധി സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ട്. എന്നാൽ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഭരണാധികാരിയായി അറിയപ്പെടാനാണ് ഉമ്മൻചാണ്ടി എന്നും ആഗ്രഹിച്ചത്. 4 തവണ 14 ജില്ലാ ആസ്ഥാനങ്ങളിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം ഓരോ ദിവസവും ചിലവഴിച്ചത് 17 മുതൽ 18 മണിക്കൂർ വരെയാണ്. തീർപ്പാക്കിയത് ലക്ഷക്കണക്കിന് പരാതികൾ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പണിയാണ് മുഖ്യമന്ത്രി എടുക്കുന്നതെന്ന ആക്ഷേപങ്ങൾക്കൊന്നും അദ്ദേഹം ചെവി കൊടുത്തില്ല. നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതാണ് ഒരു ജനപ്രതിനിധിയുടെ പ്രാഥമിക ബാധ്യത എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതിന് ആഗോള അംഗീകാരവും തേടി വന്നു. ഭരണാധികാരിയായിരിക്കെ ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകിയ തീരുമാനം എന്താണ് എന്ന ചോദ്യത്തിന് കുട്ടികളുടെ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചതും ഹീമോഫീലിയ രോഗികൾക്ക് പരിധിയില്ലാതെ മരുന്ന് നൽകാൻ തീരുമാനമെടുത്തതുമാണ് എന്ന് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ കഥകൾ പറഞ്ഞവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് കുടുംബ വിശേഷങ്ങൾ കൂടി പറഞ്ഞവസാനിപ്പിക്കാം. വിവാഹമേ വേണ്ടെന്ന നിലപാടായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ആദ്യകാലങ്ങളിൽ. എന്നാൽ ഇളയ സഹോദരനും വിവാഹിതനായതോടെ വീട്ടിൽ സമ്മർദ്ദമേറി. ഒടുവിൽ വിവാഹത്തിന് വഴങ്ങിയെങ്കിലും ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. ആദ്യം പെണ്ണ് കാണുന്ന പെണ്ണിനെ തന്നെ കെട്ടും എന്നതായിരുന്നു ആദ്യ നിബന്ധന. വിവാഹം ലളിതമായി വേണമെന്നും നിലപാടെടുത്തു. 1977 മെയ് 31 മറിയാമ്മയുമായുള്ള വിവാഹം. പത്രത്തിൽ നൽകിയ അറിയിപ്പോടെയായിരുന്നു അദ്ദേഹം വിവാഹം എല്ലാവരെയും ക്ഷണിച്ചത്. നേരിട്ടോ അല്ലാതെയോ ആരെയും ക്ഷണിക്കുന്നില്ലെന്നും ദയവായി ഇതൊരു അറിയിപ്പായി കരുതണമെന്നുമായിരുന്നു കുറിപ്പിലെ അഭ്യർത്ഥന. മറിയം, അച്ചു ഉമ്മൻ, ചാണ്ടി ഉമ്മൻ എന്നിവരാണ് ദമ്പതികളുടെ മക്കൾ. അരനൂറ്റാണ്ടിലേറെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി ഇല്ലാത്ത കേരളത്തിന് ജൂലൈ 18 1 വയസ്സ് പൂർത്തിയായി. ഉമ്മൻചാണ്ടി ഓർമ്മയായെങ്കിലും അദ്ദേഹം അടയാളപ്പെടുത്തിയ വികസന മുദ്രകളും കാട്ടിത്തന്ന രാഷ്ട്രീയ ശൈലികളും ഇന്നും ഈ നാട്ടിലുണ്ട്. ഇനിയും എന്നെങ്കിലും അതുപോലൊരു നേതാവ് ജന്മമെടുക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.